അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മദദ് റിയാദുസ് സാലിഹീൻ ക്ലാസ് 47ാമത്തെ ബാബ്. അല്ലാഹു തആല ഒരാൾ ഇഷ്ടപ്പെട്ട എന്നതൊരു അടയാളം. ആ അടയാളം നമ്മ സ്വഭാവമായി ഉൾക്കൊള്ളണമെന്നും അത് കിട്ടുകയായി അധ്വാനിക്കണം എന്നൊക്കെ പ്രേരിപ്പിക്കടെ ബാബായിട്ടിക്കട് അതിലെ ലാസ്റ്റ് ഒരു ഹദീസ് ആയിട്ടിക്കട് ഉണ്ട്. അപ്പൊ അള്ളാഹു താല ഒരാളെ ഇഷ്ടപ്പെട്ട എന്നത് എങ്ങനെ മനസ്സിലാവുള്ളൂ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ കേട്ട ഇണ്ട്. ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ചുള്ള ഒരു ഹദീസ് 388ാമത്തെ ഹദീസ് ആയിട്ടിക്കട് ഇണ്ട് വിവരിക്കപ്പെട്ടത്. ആ ഹദീസിൽ വിവരിക്കുന്നത് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളിൽ നിന്നൊരാൾ നബി അങ്ങനെ ഒരു സരിയത്തായിട്ട് അയച്ചതായിട്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ലീഡറായിട്ടുന്ന വ്യക്തി അയാള് എല്ലാ റക്കായത്തിലും എന്താക്കുന്നത്, അയാള് ഈ സൂറത്ത് പിന്നെ ഫാത്തിഹ ഓതി ആയത്തോതി അതിലെ പിറവത്തിൽ ഈ കുൽഹു അല്ലാഹു അഹദ് ഓതുക. അപ്പൊ തിരിച്ചു വന്നപ്പോ നബി തങ്ങളിട്ട് അങ്ങ് ചൊന്നാറ്, നബിയെ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതി അതിൽ പിന്നെ ഖുർആന്റെ മറ്റ് ആയത്തുകളൊക്കെ ഓതി പിന്നെ ലാസ്റ്റ് കുൽഹു അല്ലാഹു അഹദ് ഓതുക. അപ്പൊ തങ്ങ സ്വന്തം അയാളോട്ട് കേട്ടു നോക്കൂ എന്ത് അയാൾ അങ്ങനെ ചെയ്യേ. അപ്പൊ ചൊന്നാറ് അത് അയാൾ ചെട്ടി കേട്ടിട്ടാകുമ്പോ അയാൾ ചെന്ന് അത് അള്ളാഹുടെ സിഫത്തല്ലേ, അള്ളാഹുടെ സംബന്ധിച്ചല്ലേ. ഇപ്പൊ കുൽഹു അല്ലാഹു അഹദ് ഖുർആന്റെ 3 പവർ ആയിട്ട് 3 വട്ട കുൽഹു അല്ലാഹു അഹദ് ഓതിയെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയെങ്കിൽ ഒരു ഖത്മുൽ ഖുർആൻ ഓതിയത് പോലെ ഉണ്ടല്ലേ. അപ്പൊ അത്ര പവർ പറകുള്ള കാരണം അള്ളാഹുടെ സംബന്ധിച്ചുള്ള അഖീദയും അള്ളാഹെ സംബന്ധിച്ചുള്ള വിഷയങ്ങളായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിനെ ഇഷ്ടപ്പെടേണ്ട. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് അയലിട്ടിച്ചുള്ളൊരു അള്ളാഹു അയാളെ ഇഷ്ടപ്പെടാൻ. അപ്പൊ ഇയാൾ ഈ സൂറത്തുൽ ഇഖ്ലാസ് ഇഷ്ടപ്പെട്ടത് അള്ളാഹുടെ സിഫത്ത് അതിലുള്ളത് കൊണ്ട്. അപ്പൊ അള്ളാഹു തആല അയാളെ ഇഷ്ടപ്പെട്ട എന്നതിന്റെ ലക്ഷണമായിട്ടിരിക്കുന്നത്. ഇപ്പൊ ഖുർആന്റെ ഇഷ്ടപ്പെട്ട്, കഅബയെ ഇഷ്ടപ്പെട്ട്, സാലിഹീങ്ങളെ ഇഷ്ടപ്പെട്ട്, അള്ളാഹ് മഹബത്ത് വെച്ചതൊക്കെ ഇഷ്ടപ്പെട്ട് അയാളെ ഖൽബിൽ ഈമാനുണ്ട്, അള്ളാഹു അയാളെ മഹബത്ത് വെച്ച എന്നതിന്റെ ലക്ഷണമായിട്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഹദീസിൽ നമുക്ക് പ്രവേശിക്കാം. وعن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم بعث رجلا على سرية. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ അയച്ചു ഒരു സരിയത്തിന് എന്തായിട്ട് സരിയത്തിന് മേലെ അയച്ചു. അങ്ങനെ വെച്ചെങ്കിൽ സരിയത്ത് ഒന്ന് നബി പോവാത്ത യുദ്ധത്ത് കറ്റി നബി പോവാണ്ട് സ്വഹാബാക്കളെ കടത്തരെങ്കിൽ അതൊക്കെ സരിയത്ത് ചൊല്ലു, നബി പോയെങ്കിൽ അതൊക്കെ ഗസ്വത്തും ചൊല്ലും. അപ്പൊ യുദ്ധത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് പോയതുണ്ട്, നബി തങ്ങൾ പോവാണ്ട് സ്വഹാബാക്കളെ കടത്തിയതുണ്ട്. ആ കടത്തിയത് കറ്റിക്കിട്ട് സരിയത്തില്ല. അപ്പൊ അതിൽ ഒരാൾ അയച്ചു ചെന്നെങ്കിൽ ആ സരിയത്ത് ലീഡറായിട്ട് ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയമിച്ചിട്ടായിട്ട് കടത്തിയത് ആ സ്വഹാബി. ഫക്കാന യഖറഉ ലി അസ്ഹാബി ഫീ സ്വലാത്തി. അപ്പൊ അങ്ങനെ കൂട്ടത്തിലെ ലീഡർ. അപ്പൊ ഇമാം നിക്കട അയാളായിട്ടില്ല. അപ്പൊ ആ അങ്ങനെ നിസ്കാരത്തിലെ ഓതിയോണ്ടിരുന്നു. നിസ്കാരത്തിൽ ഇപ്പൊ ഫാത്തിഹ ഓതിട്ട് സൂറത്ത് ഓതണല്ലോ. ഫയഖ്തിമു ബി ഖുൽ ഹുവല്ലാഹു അഹദ്. അതിൽ ഏത് വലിയ സൂറത്തിലോ ഏത് സൂറത്ത് ഓതിയാൻ കണ്ടെങ്കിലും ഏത് ഓതിയെങ്കിലും ഫാത്തിഹ ഓതിയിൽ പിന്നെ അയാൾ ലാസ്റ്റ് ഓതിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് ആയിട്ട്. ഫലമ്മാ റജഉ തിരിച്ചു വന്നപ്പോ ദഖറു ദാലിക ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങ് പോയി ചെന്നത്, നബി അയാൾ ഫാത്തിഹ ഓതി പിന്നെ ആയത്ത് ഓതി പിന്നെ കുല്ലു അല്ലാഹു അഹദ് കൊണ്ടായിട്ടിക്കടെ ഉണ്ടാക്കടേ എന്നുള്ളത്. അപ്പൊ അങ്ങക്ക് നബി അയാളെ നിയമിച്ചതായിട്ടിക്കട്. ആ നിയമിച്ചതിൽ അങ്ങ് അയാൾ അനുസരിക്കണം. അവിടെ ഒന്നും അങ്ങ് ചൊല്ലുകയില്ല. തിരിച്ചു വന്നപ്പായിട്ടേക്ക് നബി തങ്ങളിട്ട് ചൊല്ലി. ഫഖാല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് സലൂഹു ലി അയ്യി ഷൈഇൻ യസ്നഉ ദാലിക്. അയാളോട്ട് പോയിട്ട് കേൾക്കും എന്ത് അങ്ങനെ ആക്കിയില്ലേ. ഫസഅലൂഹു. അപ്പൊ ഇങ്ങ പോയി കേട്ടോ. ഫഖാല. അപ്പൊ ചെന്ന് ലി അന്നഹാ സിഫത്തുർ റഹ്മാൻ. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ് അല്ലാഹുടെ സിഫത്തായിട്ടിരിക്കുന്നു. ഫഅന ഉഹിബ്ബു അൻ അഖ്റഅ ബിഹാ. ആ സൂറത്ത് ഓതുന്നത് ഞാൻ ഇഷ്ടപ്പെട്ട നഖദറട്ട് വലിയ മഹബത്ത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബിറൂ. അപ്പൊ നബി തങ്ങൾ ചെന്ന് നിങ്ങൾ അയാളോട്ട് പോയിട്ട് ചൊല്ലൂ അന്ന അല്ലാഹു തആല യുഹിബ്ബു. അല്ലാഹു അയാളെ ഇഷ്ടപ്പെട്ട. മുത്തഫഖുൻ അലൈഹി. അപ്പോ അള്ളാഹു താല അയാളെ ഇഷ്ടപ്പെടാട്ട് നബി തങ്ങ അയാളത് സർട്ടിഫിക്കറ്റ് ഉടമേ കൊടുത്തു. കാരണം എന്താ, അയാൾ ഇഖ്ലാസ് സൂറത്തിൽ ഇഷ്ടപ്പെട്ടത് എന്ത് എന്നതിന്റെ അർത്ഥം ബാക്കിയുള്ളതിട്ട് വെറുപ്പുണ്ടല്ല. ഇതിലോട്ട് കാര്യക്ക് ഭയങ്കര പിർസ. എന്തേ പിർസ? അതിൽ അള്ളാഹുടെ സംബന്ധിച്ച ചൊല്ല് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതിൽ
അഖീദ മാത്രമായിട്ട് ഇവിടെ അള്ളാഹെ സംബന്ധിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഉള്ളത്. ഇത് വിവരിക്കണമെങ്കിൽ ചുമ വിവരിക്കേണ്ട ഒന്നായിട്ട് ഈ ഇഖ്ലാസ് സൂറത്തിലെ അർത്ഥം എന്നുള്ളത് അള്ളാഹുടെ സംബന്ധിച്ചായിട്ട് ഇവിടെ ചൊല്ലേ. അപ്പൊ ആ സിഫത്ത് കൊണ്ടുള്ളത് കൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട എന്നായിട്ട് ഇവിടെ അയാൾ ചെന്നത്. അപ്പൊ നബി തങ്ങ ചെന്ന് എന്നാ അയാളെയും അള്ളാഹ് ഇഷ്ടപ്പെടാൻ പോയിട്ട് അയാളൊട്ടിക്ക് ചൊല്ലുറുണ്ട്. അപ്പോ ഈ ഖുൽ ഹുവ അല്ലാഹു അഹദ് എന്ന സൂറത്തിൽ അയാൾ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അള്ളാഹു അയാൾ ഇഷ്ടപ്പെട്ട. അപ്പൊ അതിലടെ അള്ളാഹ് ഇഷ്ടപ്പെട്ട എന്നതിന് അടയാളം അള്ളാഹുടെ സംബന്ധിച്ചല്ലേ. ഇപ്പൊ ഞങ്ങൾ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടാൻ ചൊല്ലുമ്പോ ആ വ്യക്തിയുമായി സംബന്ധപ്പെട്ടതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടം അല്ലെ. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട്. അപ്പൊ നബി തങ്ങൾ ജനിച്ച നാളും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് ഇഷ്ടപ്പെട്ടതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ഇഷ്ടപ്പെട്ടതാ. അവിടുത്തെ ചരിത്രം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാ. ഇങ്ങനൊക്കെ അതിലൊട്ടിക്കൊരു പിർസാൻ ചൊല്ലത്, മഹബത്തും ചൊല്ലത്, അതൊക്കെ ഈമാന്റെ ഭാഗം. അതില്ലെങ്കിലോ നമുക്ക് കൽബിൽ ഈമാനില്ലേ. ഔലിയാക്കന്മാർ, സാലിഹ്യങ്ങൾ, സജ്ജനങ്ങൾ, അങ്ങനെ പോലത്തെ ആൾമാരെ അങ്ങെന്തോ അങ്ങനെ അനുസരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടതില്ല. ഞങ്ങൾ അള്ളും ഖുർആനും മെയ്യാവലിൻ്റെ ഒർത്ത ചൊല്ലെങ്കിലേ കൽബിൽ ഈമാനില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെക്ക എന്നതിലെ ലക്ഷണം തന്നെയായിട്ട് ഇതൊക്കെ അത് അള്ളാഹ് ഇഷ്ടപ്പെട്ട എന്നതിന് അടയാളം കൂടിയായിട്ട് നാം കഴിഞ്ഞ ക്ലാസ്സിലും അതിൽ മുന്നത്തെ ഹദീസിലും വിശദീകരിച്ചതുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു ബാബു ഒരേ ക്ലാസ്സിൽ വിശദീകരിക്കുമ്പോൾ അത് ലോങ് വലിയ ക്ലാസ് ഉദ്ദായി പോകും. അതുകൊണ്ട് ഞാനത് ഒരു ബാബു ഫുള്ളായിട്ട് ഒരേ ക്ലാസ്സിൽ വിശദീകരിക്കില്ല, ഒന്ന് രണ്ട് ഹദീസ് വിശദീകരിച്ചുകൊണ്ട്. അപ്പോൾ ഇഖ്ലാസ് സൂറത്തിൽ അയാൾ ഇഷ്ടപ്പെട്ടത് എന്നത് അയാളെ കൽബിൽ ഈമാനുണ്ട്. അപ്പൊ അള്ളാഹു അയാൾ ഇഷ്ടപ്പെട്ട അത് ഇഷ്ടപ്പെട്ടത് അള്ളാഹുടെ അയാൾ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അല്ലെ. അള്ളാഹുടെ സംബന്ധിച്ച് അല്ലെ മുശ്രിക്കീങ്ങൾ വന്ന് ചെന്നാലും ഞങ്ങളത് കല്ലിൽ നിന്നും ഇരുമ്പിൽ നിന്നും ഈയത്തിൽ നിന്നും ചൊമ്പിൽ നിന്നും ബംഗാറും വെള്ളിയിൽ നിന്നും ഞങ്ങൾ എന്താക്കട പടച്ചോന്മാരെ ചിത്രാക്കി വെക്കട. എന്റെ പടച്ചോൻ എങ്ങനത്തേതെന്ന് ചൊല്ലാൻ പറ്റിക്കട് ഈ സൂറത്ത് അള്ളാഹ് ഇറക്കി അല്ലെ, ഇഖ്ലാസ് സൂറത്ത്. അതിൽ അള്ളാഹുടെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഇതൊക്കെ കല്ലും മണ്ണും ബംഗാറും ഭൂമിയും ആകാശവും എല്ലാത്തെയും സൃഷ്ടിച്ച സൃഷ്ടികർത്താവായ അള്ളാഹു അവൻ ഏകനാണ്. ബംഗാറും വെള്ളിയോ അതൊക്കെ ബംഗാറും വെള്ളിയുടെയും സൃഷ്ടിച്ചവനല്ലേ. അള്ളാഹിന്റെ അടുക്കൽ എന്ത് ബംഗാറ് വെള്ളി, അതിക്കെന്തൊരു വാല്യൂ ഇല്ലേ. അള്ളാഹുടെ മുട്ടച്ചത് അതൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹു അല്ലേ. അള്ളാഹു സമദ്, അള്ളാഹുടെ എല്ലാവരും ആശ്രയിക്കണം. അള്ളാഹു ആരൊക്കെ ആശ്രയിക്കേണ്ടതില്ല. അവന്റെ പോലൊത്തൊന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ. ഉദ്ദ, സപ്പുറ, ത്വാറ, അകല, കറുപ്പു, വെൽപ്പു, ചോപ്പു, ഇങ്ങനെ ഞങ്ങെന്താക്കട കില കണക്കിലോ മീറ്റർ കണക്കിലോ തൂക്കിട്ടോ അളന്നിട്ടോ കളറിലോ ഇതൊക്കെ പ്രപഞ്ചത്തെ മനസ്സിലാക്കുള്ളതായിട്ടിരിക്കുന്നത്. പക്ഷെ ഇതേ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു തആലയുടെ ഈ ഒരു അലത്തെ കൊണ്ടല്ല, ഇങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. അവൻ പ്രപഞ്ചത്തിൽപ്പെട്ടവനല്ല. അതുകൊണ്ട് പ്രപഞ്ചത്തിൽ ഒന്നും കാട്ടിയിട്ട് പഠിച്ചോൻ ഇങ്ങനെ ചൊല്ലുകില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ലം യലിദ് വലം യൂലദ്, ജനിച്ചിട്ടുണ്ടായവനല്ല, അവൻ ആരും മോനല്ല, അവനത് മക്കളുമില്ല. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ച് സൃഷ്ടികരെ പോലെ ഞങ്ങൾ മനുഷ്യരുടെ കമ്പയർ ആക്കി നോക്കത്തീര. അപ്പൊ അവനക്ക് പടച്ചോനെ മനസ്സിലാവില്ല. പടച്ചോനെ മനസ്സിലാവണമെങ്കിൽ ഞങ്ങളെയും ഈ പ്രപഞ്ചത്തൊക്കെ ഒന്ന് കണ്ണോടിച്ച് മനസ്സിലാക്കണം, ഇതൊക്കെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് എന്ന്. അപ്പൊ ഇഖ്ലാസ് സൂറത്തിൽ അതിനെ സംബന്ധിച്ച് വിശദമായത് വിവരിക്കേണ്ടെന്നായിട്ട് നീണ്ടു പോകേണ്ടത് കൊണ്ട് ഞാനത് വിവരിക്കല ചുരുക്കല. അള്ളാഹു അവന്റെ സജ്ജനങ്ങളെയും സ്വാലിഹ്യങ്ങളെയും ഇഷ്ടപ്പെട്ട നല്ല ഈമാനും തഖ്വയുള്ളവരിൽ ഞങ്ങളെല്ലാം അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. കാതോർക്കൾ എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.